ഫോട്ടോസിൽ നിറഞ്ഞു നിൽക്കുന്ന വളരെ വൈറലായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്നൊരു പ്രദേശത്താണ്. ഇവിടെ ഇപ്പോൾ ആമ്പൽപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഇപ്പോൾ ഒരു 11:30 ആയതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഈ ഒരു വാടി തുടങ്ങിയൊരു സാഹചര്യമാണ്. പക്ഷെ രാവിലെ വന്നപ്പോൾ മഴയും ആ ഒരു കാലാവസ്ഥയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ തിരക്കും അവിടുത്തെ എക്സ്പീരിയൻസൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ടോട്ടൽ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് മലരിക്കൽ? അടിപൊളിയായിരുന്നു. ആൾക്കാർ മലരിക്കൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നപ്പോഴാണ് മഴ നല്ല അടിപൊളിയായിട്ട് ആമ്പലൊക്കെ വിരിഞ്ഞ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നത്. എന്തായാലും മഴ വന്നില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായിരുന്നു. ഓക്കെ, ഇപ്പോൾ മഴ പെയ്യുന്ന ഒരു സീസണും കൂടെയാണ്. അപ്പോൾ ഈ മഴയത്ത് വരുമ്പോൾ നമുക്കതൊരു നഷ്ടമാണോ? പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര നഷ്ടമായി. ഈ മഴയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും നനഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ട്രൗസറൊക്കെ നോക്കി മൊത്തം നനഞ്ഞിരിക്കും. അടിവീട്ടിൽ നിന്ന് മഞ്ഞ് പെയ്യേണ്ട അവസ്ഥ. അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. വള്ളക്കാരൻ എക്സ്പീരിയൻസ് കേൾക്കണം. ഞങ്ങളുടെ വള്ളക്കാരനെ പരിചയപ്പെടുത്തിക്കണം. വള്ളക്കാരൻ വേറെ മൂഡ് മനുഷ്യൻ. എൻ്റെ പേര് വിപിൻ, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങളായിട്ടുള്ള പോക്ക് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പൈസ ഇല്ലാട്ടാ. എങ്ങനെയുണ്ട് മലരിക്കൽ എക്സ്പീരിയൻസ്? എനിക്ക് എക്സ്പീരിയൻസ് നൈസായിരുന്നു. നമ്മളെ ബോട്ടിൽ കൊണ്ടുപോയത് അരുൺ എന്ന് പറയുന്ന ഈ ചേട്ടനാണ്. അപ്പോൾ ഈ ചേട്ടൻ നമ്മളെ അവിടെ ഫുള്ള് അങ്ങറ്റം വരെ കൊണ്ടുപോയി കുറേ നേരം നിന്ന് ചേട്ടൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. അടിപൊളി വൈബാണ്. മഴയത്ത് എങ്ങനെയുണ്ട്? മഴ ക്ലൈമറ്റ് വേണം നമ്മൾ ഇവിടെ വരാനായിട്ട്. എനിക്ക് തോന്നില്ല വെയിലത്ത് വന്നാലും അത്രയും സെറ്റ് ആയിരിക്കും തോന്നില്ല. മഴയത്ത് സെറ്റായിരുന്നു. മൂഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വന്നാൽ നൈസായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തോ? നന്നായിട്ട് എൻജോയ് ചെയ്തു. വീണ്ടും വരിക ഞങ്ങൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നു. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. അതെ, അടിപൊളിയാണ്. നമുക്ക് ചേട്ടനെ ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് വരും? അവർ അടിപൊളിയല്ലേ. മഴയെങ്കിൽ മഴ, അവർക്ക് എല്ലാം നനയാനും വെയിൽ കൊള്ളാനും എല്ലാം തയ്യാറായിട്ട് അവർ ഇത് കാണാൻ വേണ്ടി തന്നെ വന്ന ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം പ്രിപ്പയർഡ് ആയിട്ട് അങ്ങനെ വന്നതാ. പക്ഷെ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയി. നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്ലൈമറ്റ് അല്ല, അത് മാറി വേറെ ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്യും മഴ എങ്ങനെയാണ്. പക്ഷെ അത് അടിപൊളിയായിരുന്നു കേട്ടോ. എൻജോയ് ചെയ്തു. നൈസ് ആയിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര തിരക്കുണ്ട് അല്ലേ? ഇന്ന് നല്ല തിരക്കുള്ള സമയമാണ്. രാവിലെ തൊട്ട് നല്ല ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നല്ല ക്ലൈമറ്റും ഒക്കെ ആയിരുന്നുകൊണ്ട്. പക്ഷെ ചെറുതായിട്ട് മഴയുണ്ടല്ലോ, എന്നാലും അത് കുഴപ്പമില്ല, ഞങ്ങൾ എൻജോയ് ചെയ്തു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ, നല്ല രസമുണ്ടായിരുന്നു. ഒന്നുമില്ല, ഇത് മേടിച്ചു, ഇത് അത്ര പറിച്ചുള്ളൂ എന്ന് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെ. ഓ, അപ്പൊ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കണം അല്ലേ? കുറച്ചൊക്കെ കോളേജിൻ്റെ അന്നൊക്കെ പോയോ? ഈ സൈഡിൽ അപ്പുറത്ത്. ഓക്കെ, അതിങ്ങനെ നടന്നു പോകാൻ പറ്റും? അവിടെ ചെടിയുണ്ട്, വീണു എന്ന് പറഞ്ഞത് ആരാ? ഒന്നല്ല രണ്ട്. നിങ്ങൾ അന്ന് പോയോ? അവിടെ വരെ പോയി. 1000 രൂപ. മഴ ഫുള്ള് നനഞ്ഞോ? ഇടയ്ക്ക് മഴ പെയ്തു. അപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ട്. എന്നാലും അടിപൊളി. ഇതിപ്പോ നിങ്ങൾ അല്ലാതെ മേടിച്ചാണോ അതോ നിങ്ങൾ മേടിച്ചതാ? എന്തായാലും എക്സ്പീരിയൻസ്, നിങ്ങൾ ഈ ഒരു സ്ഥലം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറിയോ? മാറി. ഫസ്റ്റ് ടൈമാണ് ഇവിടെ? നല്ല എക്സ്പീരിയൻസ്. മഴയൊക്കെ നനഞ്ഞ് സെറ്റ് ആയി. അതെ, അടിപൊളി. മഴയത്താണ് നിങ്ങൾ വള്ളത്തിൽ പോയത്? അത് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ലെന്നേ ഉള്ളൂ. ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെന്ന് അടിപൊളിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഫോട്ടോ എടുത്തു. മഴയൊക്കെ തന്നെയാണ് പോയി. ഇപ്പൊ ഉണങ്ങിയതാണ് കുറച്ച്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണോ വരുന്നത്? അതെ, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, ഇനിയും വരാനുള്ള ഒരു ഉണ്ട്, ഇനിയും വരാൻ ആഗ്രഹം. മലരിക്ക നല്ല മനോഹരമാണ്. ഞങ്ങള് ബോട്ടിലൊക്കെ കയറി അങ്ങ് വരെ കൊണ്ടുപോയി. നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. മഴ ഫുള്ള് നനഞ്ഞോ? ഫുള്ള് നനഞ്ഞെന്ന് വെച്ചാൽ 2 കൂടെ ഉള്ളായിരുന്നു എടുത്തുള്ളൂ. ഈ മഴയത്ത് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ പാട്ടിലും നല്ല തണുപ്പുണ്ടായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഈ സിനിമയിലൊക്കെ കാണത്തില്ല പാട്ടിന്റെ ഇടയിൽ നമ്മളിങ്ങനെ പോകുന്നതൊക്കെ, അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റി. ഇതെല്ലാം അവിടുന്ന് പൊട്ടിച്ചെടുത്ത്. ഓക്കെ, എന്തായാലും ഇഷ്ടമായി. ഫസ്റ്റ് ടൈമാണോ വരുന്നത്? ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാ ഇങ്ങനെ വള്ളത്തിൽ കയറി പോകുന്നത്. നല്ലതായിരുന്നു. ഇനിയും വരുമോ? ഇനിയും വരും. ഞാൻ വയനാട്ടുകാരനാണ്. വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇങ്ങനൊരു സാധനം കാണാൻ പറ്റിയില്ല, എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, മനസ്സിനൊരു ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, അതുക്കും മേലെ എന്ന് പറയില്ല, അത് തന്നെ, അത്രേ ഉള്ളൂ. വേറെ രസമാണ്, വൈബാണ്. എന്തൊക്കെയാലും ഇപ്പം ന്യൂജൻ ചെക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞാലും പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാലും ഇവിടെ സെറ്റാവും. ബാക്കിയുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യും ഇവിടെ വരണം? ഷുവറായിട്ടും. കാരണം ഞാൻ വയനാട്ടിൽ ഇപ്പോൾ കോൾ ചെയ്യും. അത് മാത്രമല്ല വയനാട്ടിലുള്ള എൻ്റെ ടീംസൊക്കെ ഇവിടെ ഉണ്ട്.
അവർക്ക് കോൾ ചെയ്യും, ഇവിടെ വന്ന് കാണാൻ പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന കാശ് എന്തെങ്കിലും മുതലാണ്. അത് അത്രയോ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ഈ സീസൺ? അടിപൊളി, തിരക്കുണ്ടോ? നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ശനി ഞായർ വന്നിട്ട് നല്ല തിരക്കുണ്ട്. ബാക്കി ദിവസങ്ങളിലൊക്കെ കുറവാണ്. പിന്നെ അവിടെയും ഇവിടെ ആയിട്ട് രണ്ടിടത്തുമായിട്ട് ഓടുന്നുള്ളതുകൊണ്ട് കൂടുതൽ പേര് അവിടെ ഇറങ്ങും. പിന്നെ ബാക്കി അറിയാവുന്ന ഇപ്പോൾ കൂടുതൽ അമ്പലം ഇവിടെയാണ്. അപ്പം അറിയാവുന്നവർ കൂടുതലും ഇങ്ങോട്ട് തന്നെ വരും. ഇവിടെ ഒരു 600 ഏക്കറോളം മൊത്തം അവിടെ നല്ല അമ്പലമുണ്ട്. അപ്പോൾ ഈയിടെ വൈറലായ യൂട്യൂബിലും ഈ റീൽസിലൊക്കെ വൈറലായിട്ടുള്ള സ്ഥലമെല്ലാം ഇവിടെയാണ്. ഇവിടെ ഒരു അമ്പലം, അതറിയാവുന്ന ആൾക്കാരെല്ലാം രാവിലെ തന്നെ ഇവിടെ വരും, അത് വെള്ളത്തിൽ കയറി പോകും. അപ്പം എന്തായാലും നല്ല തിരക്കുമാണ്. ഈ മഴയത്ത് എങ്ങനെയുണ്ട്? മഴ നനഞ്ഞൊക്കെ എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ, എല്ലാവരും ആ വൈബിലങ്ങ് പോകും. പക്ഷെ വലിയവർക്കാണ് മഴ പറ്റത്തില്ല, അവർ തിരിച്ചുവരാണ്. എല്ലാ പിള്ളേർക്ക് ഓക്കെ. ഇപ്പോൾ ഓട്ടം പോയ ആൾക്കാരാണെങ്കിൽ പോലും എല്ലാവരും മഴ നനയാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ പോലും കുട പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങളല്ല, ഞങ്ങൾ നനയുമല്ല, ചേട്ടനെ നനയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എൻജോയ് ചെയ്ത് എല്ലാവരും നനഞ്ഞു തന്നെ. നല്ല ഫോട്ടോസ് എല്ലാം മഴയത്തും അടിപൊളി നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തന്നെയാണ് വിട്ടിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം മലരിക്കൽ വന്നിരുന്നു. ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന കണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പം മലരിക്കൽ ഓരോ സമയത്ത് വരുമ്പോഴും ഭംഗി കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പം കുറച്ചിടാവും, ഇനി എനിക്ക് തോന്നുന്നൊരു 15-20 ദിവസം കഴിയുമ്പോൾ ഇത് മൊത്തമാവും. അപ്പം മലരിക്കൽ ജീവിതത്തിൽ നിങ്ങൾ നീലക്കുറിഞ്ഞി പോലെ കോട്ടയത്തിൻ്റെ നീലക്കുറിഞ്ഞി ഒരിക്കലെങ്കിലും ഒന്ന് കണ്ട് മടങ്ങുക. ഈ മഴ ഇപ്പോൾ ഒരു പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് മഴ പ്രതികൂല കാലാവസ്ഥയല്ല, നമ്മൾ ഈ കാണാൻ വരുന്ന ആളുകൾക്ക് മഴയാണ് നല്ലത്. ആ മഴയത്തുള്ള നടത്തും ആ ഒരു കാഴ്ചയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു മഴയാകുമ്പോൾ കുറച്ചും കൂടി നേരെ ഇതൊന്ന് വിരിഞ്ഞ് നിൽക്കും. പിരിഞ്ഞിരിക്കും. കാരണം ഞാൻ ഇടുക്കിയിലുള്ളതാണ്. ഇടുക്കി പ്രത്യേകിച്ച് ഈ കോടമഞ്ഞിനെ അതോടൊപ്പം തന്നെയാണ് ഈ ഇതിനെപ്പോലെ മഴ, കോട്ടയത്തെ മഴ. അപ്പോൾ എല്ലാവരോടും പറയുന്ന ഒരു സ്ഥലമാണ് മലരിക്കൽ. ഇവിടെ വന്ന് കാണണം. തീർച്ചയായും മലരിക്കൽ വന്ന് കാണണം.